നമസ്കാരം. ഇന്ന് മാജിക് പ്രാക്ടീസിന്റെ ഡേ 9. ഇന്നത്തെ ടോപ്പിക് ദ മണി മാഗ്നറ്റ്. പലപ്പോഴും മണിയെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഒരാളെ കുറ്റപ്പെടുത്താനായിട്ട് പറയും അവർ പൈസ കൂടുതലുള്ള കാരണമാണ് അവൻ്റെ അഹങ്കാരം എന്ന് നമ്മൾ പറയും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് അവൻ അഹങ്കാരിയാണ്, കാര്യം അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ള കാരണമാണ് അവൻ അഹങ്കാരം കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു സാധനം മേടിച്ച് കഴിച്ച് അല്ലെങ്കിൽ ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയും എല്ലാം കിട്ടി നമ്മളെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പറയും ഇത്ര പൈസ, അവിടുത്തെ ഫുഡിന് എന്ത് പൈസയായിരുന്നു, എന്തിനാ ഇത്രയും പൈസ, ഒരുപാട് പൈസ കളഞ്ഞല്ലോ. നമ്മൾ പൈസ കളയുന്നില്ല. ആക്ച്വലി ഒരു കാര്യം ആലോചിക്കണം, നമ്മളൊരു സാധനം മേടിച്ച് ആ പൈസ കളയല്ല ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണ്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വീട് റെന്റിനെടുക്കുകയാണ് നമുക്ക്, അല്ലെങ്കിൽ ആ വീട് റെന്റിനെടുക്കാൻ ചിലപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു 2 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം എല്ലാം കൊടുത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വീട് വെക്കാൻ എന്തുമാത്രം പൈസ ആയിരിക്കും നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കാനായിട്ട്. അങ്ങനെ റെന്റിന് കൊടുക്കുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കണം, അതെന്തുമാത്രം പൈസയായിരിക്കും. നമ്മൾ ആ അഡ്വാൻസ് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇതിന് സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം, നിങ്ങൾ ആ സാധനം മേടിച്ചത് കൊണ്ട് ചിലപ്പോൾ ആ പൈസ, ചിലപ്പോൾ ഒരു കടയിൽ പോയി നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളവിടെ ബില്ല് പേ ചെയ്യും. മിക്ക ആൾക്കാരും എസ്പെഷ്യലി ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്നൊരു കാര്യം, ഓവർ പ്രൈസ്ഡ് ആയിരുന്നു അവിടുത്തെ സാധനമൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഓവർ പ്രൈസ്ഡ് എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കടക്കാരൻ അറിയില്ലേ എത്ര രൂപ ഒരു പ്രോഡക്റ്റിന് വെക്കണമെന്ന്. അത് വാങ്ങിച്ച് കഴിക്കുന്നതിന് മുൻപ് നമുക്ക് കാണാമല്ലോ അതിനകത്ത് എത്ര രൂപയാണെന്ന്. അത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞ് അതിനെ കുറ്റം പറയുന്ന കണക്ക് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു അത് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? നമ്മളത് കഴിച്ചില്ലേ, പിന്നെ അത് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഒരുപാട് ഏറെ അധ്വാനം ആയിരിക്കും പർട്ടിക്കുലർ സാധനം ഉണ്ടാക്കാനായിട്ട്, ഒരുപാട് ദിവസത്തെ അധ്വാനം വേണമായിരിക്കും. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ അതിൻ്റെ ഓണർ അതിന് പൈസ ഒരു പ്രൈസിങ് കൊടുക്കുന്നത് അതിന്. അപ്പം എങ്ങനെ ഓവർ പ്രൈസ്ഡ് ആണ്? മിക്ക ബ്ലോഗേഴ്സും പറയുന്നൊരു കാര്യമാണ്. ഇതെല്ലാം നമ്മൾ പൈസയാണ് നമ്മൾ ബ്ലെയിം ചെയ്യുന്ന ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്. ഇങ്ങനത്തെ നമ്മൾ ചെറിയ നമ്മൾ വിചാരിക്കും നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുന്ന പല കാര്യങ്ങളും ആക്ച്വലി നമ്മൾ പൈസയെ കുറ്റപ്പെടുത്തുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാനുള്ള പൈസയുടെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിക്കാം, പല രീതിയിൽ ആലോചിക്കാം. ഞാൻ ഈസി ആയിട്ട് ഒരു മെത്തേഡ്, ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് പറയാം. നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചു, ചില സമയത്ത് നമുക്ക് തോന്നും അയ്യോ അത് മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, നമ്മൾ ആ സാധനം ഒരു കടയിൽ നിന്ന് മേടിച്ചു, ആ പൈസ ഒരു ബിസിനസ് ഓണർ എന്ന് കിട്ടി. ആ പൈസ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നത്. ആ പൈസ കൊണ്ടായിരിക്കും അയാളുടെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനം മേടിച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ആ കടയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കാരണം നമ്മൾ അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞ് ഹെൽപ്പ് ചിലപ്പോൾ ഒരു കുടുംബത്തെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല, പൈസയെ കുറ്റം പറയാൻ പാടില്ല, പൈസ കളഞ്ഞു എന്ന് പറയാൻ പാടില്ല, ഓവർ പ്രൈസ്ഡ് ആണ് സാധനം എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്താനായിട്ട് അഹങ്കാരി. നമ്മൾ യൂഷ്വലി പറയുന്ന ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആലോചിച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് മനസ്സിലാവും. ഒരാൾ വന്ന് എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചു, എൻ്റെ കയ്യിൽ കാശില്ല, അവിടം വരെ പോകാം. നമ്മുടെ കയ്യിൽ കാശില്ലാണ്ടാണോ? നമ്മുടെ കയ്യിൽ കാശ് എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതാണ്. ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് നമുക്ക് വരും, മണി ബ്ലോക്ക് ഉണ്ടാകും. അതുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക, കയ്യിലുള്ള പൈസയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ മനസ്സിൽ പൈസ കളയണ്ടായിരുന്നു എന്ന് തോന്നുമ്പോൾ ആലോചിക്കുക, വേറൊരു കുടുംബത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്, അവർക്ക് ഒരു കുഞ്ഞ് ഹെൽപ്പ് നമ്മൾ ചെയ്തു എന്ന് മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഒരു തോട്ട് മാറ്റാം. അതാണ് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസത്തെയും കണക്ക് നിങ്ങളുടെ 10 ബ്ലെസ്സിങ്സ് എഴുതുക.
എന്തുകൊണ്ട് അത് ബ്ലെസ്സിങ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എഴുതുക. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പേ ചെയ്യാത്ത എന്തെങ്കിലും ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ട്, മേ ബി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ മേ ബി പൈസ ഉണ്ടാകാം, പൈസ ഇല്ലാതിരിക്കാം. നിങ്ങളുടെ കയ്യിലൊരു ബില്ലുണ്ട്, മേ ബി EMI ഇട്ടെടുത്ത ഒരു പ്രോഡക്റ്റിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിൽ എടുത്തായിരിക്കും, ക്രെഡിറ്റിന് എടുത്തതായിരിക്കാം. അപ്പോൾ ആ ബില്ല് എടുക്കുക, അതിൻ്റെ പുറത്ത് എഴുതുക താങ്ക് യു ഫോർ ദ മണി എന്ന്. അപ്പോൾ ഏതൊക്കെ അൺപെയ്ഡ് ആയിട്ടുള്ള ഏതൊക്കെ ബില്ലാണ് പേ ചെയ്യാതെ നിങ്ങളുടെ കയ്യിലുള്ള ആ ബില്ല് എടുക്കുക, അതിനകത്ത് എഴുതുക താങ്ക് യു ഫോർ ദ മണി. അതാണ് ഒരു കാര്യം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പേ ചെയ്ത ബില്ല്, നിങ്ങൾ ഓൾറെഡി പൈസ കൊടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതുക താങ്ക് യു പെയ്ഡ്. അങ്ങനത്തെ ഒരു 10 ബില്ല്, നിങ്ങൾ ഒരു 10 ബില്ല് കണ്ടുപിടിക്കണം നിങ്ങൾ ഓൾറെഡി പേ ചെയ്തത്, അതിൻ്റെ പുറത്ത് എഴുതുക താങ്ക് യു പെയ്ഡ്. പിന്നെ രാത്രി മാജിക് സ്റ്റോൺ കയ്യിൽ പിടിക്കുക, അന്നത്തെ ദിവസം നടന്ന എല്ലാ കാര്യവും മനസ്സിൽ വിചാരിക്കുക, താങ്ക് യു പറയുക. ഇതെത്രയാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.